ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ +2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അപ്പോൾ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിലെ ഒരു ബ്രാഞ്ചാണ് റേ ഓപ്റ്റിക്സ്. ഈ റേ ഓപ്റ്റിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അല്ലെങ്കിൽ പ്രിസം ഫോർമുല. നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് derive the expression for the refractive index of the prism അല്ലെങ്കിൽ derive the expression for the prism formula, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ അതിങ്ങനെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത് പ്രിസത്തിന്റെ ഡയഗ്രാം വരയ്ക്കാനാണ്, റേ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ റേ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരച്ചാൽ മാത്രമേ അതിൽ നിന്ന് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ദ പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം, ഈ മൂന്ന് കാര്യത്തിന്റെയും ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചു പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് പ്രിസം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രിസത്തിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾഡ് പ്രിസം എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ പ്രിസത്തിന് ഒരുപാട് സർഫസസ് കാണുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആകെ 3 സർഫസ് മതി. 2 റിഫ്രാക്റ്റിംഗ് സർഫസ്. ഇത് കണ്ടോ, 2 സർഫസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിരിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ഇൻക്ലൈൻ ചെയ്ത് കിടക്കുക എന്ന് പറയും. ഈ 2 സർഫസിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബേസ് ഓഫ് ദ പ്രിസം. അപ്പൊ 2 റിഫ്രാക്റ്റിംഗ് സർഫസ്, ഒരു ബേസ്. ഇനി ഈ പ്രിസത്തിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാന്ന് വിചാരിക്കൂ. എൻഡിൽ നിന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ കിട്ടുക, അല്ലേ? ആ ഷേപ്പിനെ അല്ലെങ്കിൽ ആ സെക്ഷനെ പറയും പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദ പ്രിസം. ഈ പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദ പ്രിസം വെച്ചിട്ടാണ് റേ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ABC ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ നെയിം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ആംഗിൾ ABC ബേസ് ഓഫ് ദ പ്രിസം ആണ്. എബിയും എസിയും 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ആണ്. അവിടെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ എബിയിലും എസിയിലും നമുക്ക് 2 പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. നോർമൽ എന്ന് പറയും അതിനെ. പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. എബിയിലെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വന്നു. അതുപോലെ എസിയിലും വരയ്ക്കാം പെർപെൻഡിക്കുലർ. ഇങ്ങനെ വരച്ചു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നമുക്ക് N എന്ന് നെയിം ചെയ്യാം. ഇനി എ ബിയില് ഒരു ഇൻസിഡന്റ് റേ വരയ്ക്കണം. ഇൻസിഡന്റ് റേ വരയ്ക്കാം. ഇങ്ങനെ വരികയാണ് ഇൻസിഡന്റ് റേ. ഈ ഇൻസിഡന്റ് റേക്ക് നമുക്ക് ആരോ കൊടുക്കണം. ഇൻസിഡന്റ് റേക്ക് ആരോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PQ എന്നാണ് റേ നമുക്ക് നെയിം ചെയ്യാം. ഇനി ഈ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഈ പ്രിസം വെച്ചിരിക്കുന്നത് എയറിലാണ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. അങ്ങനെയാണെങ്കിൽ ഈ റേ ഇപ്പൊ പോകുന്നത് റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കല്ലേ? അപ്പൊ ഈ റേക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, അല്ലേ? ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഈ റേ നമുക്ക് QR എന്ന് പറയാം. അപ്പൊ PQ ഇൻസിഡന്റ് റേ ആണ്, QR റിഫ്രാക്റ്റഡ് റേ ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 എന്ന് കൊടുക്കുക. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, അതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, R1 എന്ന് കൊടുക്കുക. I1 എന്ന് പറയുന്നത് നോർമലും ഇൻസിഡന്റ് റേയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഓക്കെ. ഇനി ഈ റിഫ്രാക്റ്റഡ് റേ ഇപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് പോവാണല്ലേ? അപ്പം അതും എന്ത് സംഭവിക്കും? ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് പോകുന്ന ഒരു റേ will bend away from the normal. ഓക്കെ. ഈ റേക്ക് നമുക്ക് RS എന്ന് നെയിം ചെയ്യാം. അപ്പോൾ PQ ഇൻസിഡന്റ് റേ, QR റിഫ്രാക്റ്റഡ് റേ, RS എമർജന്റ് റേ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി നമ്മള് പ്രിസം ഫോർമുലയുടെ ഡെറിവേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് റേ എൻട്രി ചെയ്യുന്നത് എന്നുള്ളൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ വരിക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതല്ലേ വരിക? അതിന് നമുക്ക് I2 എന്ന് ജസ്റ്റ് നെയിം ചെയ്യാം. കാരണം ഇത് ഇൻസിഡന്റ് റേ ആയിട്ടും ഇത് നോർമൽ ആയിട്ടും വരികയാണെങ്കിൽ I2 ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത്, അല്ലെ? ഇനി ഇത് റിഫ്രാക്റ്റഡ് റേ അല്ലേ വരിക? അപ്പോ
ഇത് നോർമൽ. അന്നേരം ഈ ആംഗിൾ എന്താ വരിക? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് R2 എന്നും നെയിം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡയഗ്രത്തിനകത്തുള്ളത് മനസ്സിലായി അല്ലേ? ഇനി ചെയ്യാൻ പോകുന്നത് ഈ PQ എന്ന് പറയുന്ന റേ ഒന്ന് നമുക്ക് അത് ഡീവിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത് നേരെ പ്രിസത്തിനകത്തേക്ക് അങ്ങ് പോകുമായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ വരയ്ക്കുന്ന ഒരു കണ്ടീഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ PQ എന്ന് പറയുന്ന റേ ഡീവിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ നേരെ പോകുമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ RS എന്ന് പറയുന്ന റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? അപ്പൊ ഇവരിവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെ നമുക്ക് D എന്ന് കൊടുക്കാം. അതിനെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഇൻസിഡന്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് D1 എന്ന് നെയിം ചെയ്തേ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ വരുന്ന റേയും അതുപോലെ ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതിനെ D2 എന്ന് നെയിം ചെയ്യാം. എന്താണ് ഈ D1 ഉം D2 ഉം? ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ. അതിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിലെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് D1. ഇവിടെ നിന്ന് വരുന്ന ഇൻസിഡന്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് D2, ആംഗിൾ ഓഫ് ഡീവിയേഷൻ അറ്റ് ദ സെക്കൻഡ് സർഫസ്. ഇനി ഈ D എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഇൻസിഡന്റ് റേയും ഫൈനലി എമേർജ് ചെയ്ത റേയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ഇത്രയും ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ഇതിനകത്ത് ഇത്രയും ആംഗിൾസ് മാർക്ക് ചെയ്യണം. I1, R1, I2, R2, D1, D2, D. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇനി ഈ രണ്ട് റേയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് M എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രിസം ഫോർമുലയുടെ ഡെറിവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡെറിവേഷൻ അടുത്ത വീഡിയോയിൽ ഉടനെ ഉണ്ടാവും. ഓക്കെ, ബൈ, താങ്ക് യു.